വിഷരഹിത ഒരു ഉൽപ്പന്നങ്ങൾ അല്ലേ? ഓക്കെ, എല്ലാം അങ്ങനെ തന്നെയാണ്. അതെ, നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര പശുക്കളുണ്ട്? നമുക്ക് 60 പശുക്കൾ. നമ്മുടെ പാല് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് അല്ലേ? സ്വന്തമായിട്ടുള്ള ഫാക്ടറിയാണ് ആണല്ലേ? പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ? നമ്മളിത് എവിടേക്കൊക്കെ സപ്ലൈ കൊടുക്കുന്നുണ്ട്? വയനാടും കോഴിക്കോടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാമിൽ നിന്ന് കിട്ടുന്ന പാല് അത് എടുത്ത് പ്രോസസ്സിംഗ് ഒക്കെ അതിൽ നിന്ന് നടത്തും. അതിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ കടകളിൽ ഒഴിക്കുന്നത്. ഇതാണ് പ്ലാന്റ് അല്ലേ ഹനുവേട്ടാ? ഇതാണ് ഒഴിക്കുന്നതിലാണ് ഒഴിക്കുന്നത് ഒരു ഫാമിലാട്ടോ. അപ്പോൾ നമ്മൾ അനുവേട്ടൻ്റെ ആണ്. അപ്പോൾ അനുവേട്ടൻ ഏകദേശം എത്ര വർഷമായിട്ട് കൊണ്ടെടുക്കുന്നതാണ്? 3.5 വർഷമായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. ഈ ഒരു ഫാമിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ട്. ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നം ഇവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഏകദേശം കടകളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെ നമ്മൾ അനുവേട്ടൻ പറഞ്ഞത്? ഏകദേശം 3.5 വർഷത്തോളമായി പ്ലാന്റ് തുടങ്ങിയിട്ട് ഒരു 6 മാസം അല്ലേ? പ്ലാന്റ് തുടങ്ങിയിട്ട് 6 മാസം. പക്ഷെ അതിന് മുന്നേ ചെറിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ പേര് പറഞ്ഞത്? അനൂപ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര പശുക്കളുണ്ട്? നമുക്ക് 60 പശുക്കൾ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്വന്തം പാലാണോ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ പാല് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് അല്ലേ? സ്വന്തമായിട്ടുള്ള ഫാക്ടറിയാണ് ആണല്ലേ? പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. പാലായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മളിത് എവിടേക്കൊക്കെ സപ്ലൈ കൊടുക്കുന്നുണ്ട്? വയനാടും കോഴിക്കോടും കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്ര വർഷമായി? 3.5 വർഷമായിട്ട് ഫാം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ തുടങ്ങിയിട്ട് ഫാക്ടറി തുടങ്ങിയിട്ട് ആണല്ലേ? ഇപ്പോൾ നമ്മളെ അവിടെ എഴുതി വെച്ച് കണ്ടു വിഷരഹിത ഒരു ഉൽപ്പന്നങ്ങൾ അല്ലേ? ഓക്കെ, എല്ലാം അങ്ങനെ തന്നെയാണ്. അതെ, നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല ഒരു പ്രൊഡക്ഷനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. നമുക്ക് അവിടെ കാണാം, അവിടെ നമ്മൾ ഫ്ലേവർ ഡ്രിങ്ക്സ് ഉണ്ട്, അതായത് ബദാം മിൽക്ക്, ലസ്സി അങ്ങനെയുള്ള പ്രൊഡക്ഷനകത്തൊക്കെ പ്രിസർവേറ്റീവ്സില്ല, എസൻസില്ല, അങ്ങനെ യാതൊരു സാധനം ചേർക്കുന്നില്ല. ഇത് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ ഇത് സപ്ലൈ കൊടുക്കുന്നുണ്ടോ കടകളിലേക്ക്? ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. അത് നമ്മുടെ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ തൈര്, നെയ്യ്, പനീർ, ബാക്കി ഡയറി പ്രൊഡക്ട്സ് എല്ലാം ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊക്കെ എവിടെ സപ്ലൈ കൊടുക്കുന്നത്? നമ്മളെ നെയ്യും ഇതൊക്കെ നെയ്യ് ഷോപ്പുകളിലുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഇ-കൊമേഴ്സ് സൈറ്റ് ഉണ്ട് നമ്മുടെ. അതല്ലെങ്കിൽ ആമസോണിൽ ലിസ്റ്റഡ് ആണ്. ഇതെല്ലാം ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചെയ്യും. ഓക്കെ. ഇത് എങ്ങനെ ഒറ്റക്കാണോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആണോ? അല്ല, ഇത് പാർട്ട്ണർ ഉണ്ട്. തുടങ്ങിയപ്പോൾ ഞങ്ങൾ 2 പേരായിരുന്നു. ഇപ്പോൾ പേര് അനുവേട്ടൻ. ഓക്കെ അല്ലേ? വീട് ഇവിടെ തന്നെയാണോ? എൻ്റെ വീട് കൽപ്പറ്റ തന്നെയാണ്. ഓക്കെ. എന്താണ് ഇതിലേക്ക് തിരിയാനുള്ളൊരു ഇങ്ങനെ ഫാമിലേക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും കുറച്ചും കൂടെ അങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ളൊരു ചിന്താഗതിയാണ്. ഉഷാറാണ്. എങ്ങനെ പ്രോഫിറ്റാണ്? കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു ഫാം തുടങ്ങാൻ നമ്മളെ സബ്സിഡി അങ്ങനെ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല? ഓക്കെ. നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് കയറി പോവാല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടുന്ന പാല് അത് എടുത്ത് പ്രോസസ്സിംഗ് ഒക്കെ അതിൽ നിന്ന് നടത്തും. അതിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ കടകളിൽ ഒഴിക്കുന്നത്. പുറത്ത് തൈര്, പാലില്ല, മോര്, വെണ്ണ, നെയ്യ്, ഇതെല്ലാം വയനാട് മുഴുവനും കോഴിക്കോട് വരെ കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ നെയ്യ് ആമസോൺ വഴി ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കടയിൽ ഞാനാണ് ഇരിക്കുന്നത്. മോനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെയ്യുന്ന ഒരു സംരംഭം. ഓക്കെ. ഇതാണ് പ്ലാന്റ് അല്ലേ ഹനുവേട്ടാ? ഇതാണ് ഒഴിക്കുന്നതിലാണ്.
ഇത് BMC ബൾക്ക് മിൽക്ക് കൂളർ. ഇത് പാല് നമ്മൾ 4 ഡിഗ്രിയിൽ തണുപ്പിച്ച് സൂക്ഷിക്കണം. ഇവിടുത്തെ പാല് ഇതാണ് പ്രോസസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇതിൽ പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ രണ്ട് പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് ഒരു ബോയിലർ ഉണ്ട്, ഒരു പാസ്ചറൈസർ ഉണ്ട്, ഒരു ഹോമോജനൈസർ. ഇതിൽ വരുന്നത് ഹോൾഡിംഗ് ടൂൾസ്. നമ്മൾ പാല് 90 ഡിഗ്രി ചൂടാക്കിയിട്ട് 10 മിനിറ്റ് ഹോൾഡ് ചെയ്യും. എങ്ങനെ അതിനുശേഷം 90 മിനിറ്റ് ഹോൾഡ് ചെയ്ത് നമ്മൾ തണുപ്പിക്കും. 40 ഡിഗ്രിയുടെ പാലാണ് നമുക്ക് ഈ ടാങ്കിലേക്ക് മാറും. ഓക്കെ. അതിൽ നമ്മൾ കൾച്ചർ ആഡ് ചെയ്യും. പാക്കിംഗ് മെഷീനാണ്. ലാസ്റ്റ് പാക്കിംഗ് മെഷീൻ അവിടെ. ലാസ്റ്റ് പാക്കിംഗ് മെഷീൻ. ഇവിടുന്ന് സംഭവം തീർന്നു. ഇവിടെ സംഭവം തീർന്നു. പാക്കറ്റ് പുറത്ത് വരും. ഇതെന്തിനുള്ള? പിന്നെ ഇത് ബാറ്റാണ്. നമുക്ക് നമ്മൾ പേട ഉണ്ടാക്കാം, നെയ്യ് എടുക്കാം, അങ്ങനെയുള്ള പരിപാടികൾ ഉപയോഗിക്കുന്നു സംഭവമാണ്. പിന്നെ അടുത്തുള്ള ചെറിയ മെഷീനാണ് നമ്മുടെ നമ്മൾ പണ്ടൊക്കെ വീടില്ലേ ആട്ടി എടുക്കുന്ന പോലെ അല്ലേ? ഈ സാധനമാണ് മിക്സി വെണ്ണ എടുക്കുന്നത്. വെണ്ണ എടുത്ത് വെണ്ണയാണ് നമ്മൾ ഉരുക്കി നെയ്യാക്കുന്നത്. നമ്മൾ പാലിൽ നിന്നും ക്രീം ഡയറക്റ്റ് ഉരുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നെയ്യ് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന നെയ്യുണ്ടല്ലോ, അതേ മെത്തേഡാണ്. പക്ഷേ നമ്മൾ മെഷീനറി ഉപയോഗിച്ച് ചെയ്യുന്നു.